കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കുന്നു എന്നുള്ളതൊരു വിഷയമല്ല, അത് നിങ്ങളെ അശുദ്ധനാക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നിങ്ങളെ അശുദ്ധനാക്കാൻ പര്യാപ്തമാണ്. കാരണം ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത വരുന്നത്. കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം, ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. അപ്പോൾ ഈ ചിന്തയുടെ പ്രാധാന്യത മനസ്സിലാക്കി. നമ്മൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തയാണ് സ്വാധീനിക്കുന്നത്. അവിടെ ഒരു പോരാട്ടം നടക്കുകയാണ്. ഒരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു വയലിൽ മുള്ളും പറക്കാരെയൊക്കെ മുളയ്ക്കുന്നത് പോലെയാണ് തെറ്റായ ചിന്തകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ. മറിച്ച് കൊഴുന്തും പയ്യനും പുന്നയും സരളവൃക്ഷവും അത്തിവൃക്ഷവും മുന്തിരിവള്ളിയൊക്കെ കിളുക്കുകയാണെങ്കിലോ ഫലപ്രദമായ തോട്ടമായി മാറും. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളെ ഇടിച്ചു കളയണം. പ്രാർത്ഥനാമുറിയിൽ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അനുദിനം ഇതിനെ ഇടിച്ചു കളയണം, പറിച്ചു കളയണം. അതിൻ്റെ നല്ല തോട്ടമായിട്ട് വളർന്നു വരണം. ഉത്തമമായത്, ഘനമായത്, നീതിയായത്, സൽഗുണമായത് ചിന്തിക്കണം. കഴിയും, പരിശുദ്ധാത്മാവിനാൽ കഴിയും.